ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു Salesforce മലയാളം. നമ്മളിന്ന് ഒരു ആപ്ലിക്കേഷൻ്റെ ഹോം പേജ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ എടുത്താലും അതിനകത്ത് ഡീഫോൾട്ടായിട്ടൊരു ഹോം പേജ് ഉണ്ടാവും. ഈ ഹോം പേജിനകത്ത് നമ്മൾ റീസെൻ്റ്ലി യൂസ് ചെയ്തിട്ടുള്ള റെക്കോർഡ്സ്, അതുപോലെ റിപ്പോർട്ട്സ്, ഡാഷ്ബോർഡ്സ്, എക്സ്റ്റേണൽ ലിങ്ക്സ് തുടങ്ങിയവയൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ യൂസറിന് ഈ ഡീറ്റെയിൽസൊക്കെ പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ ഹോം പേജ് ഉപകാരപ്രദമാണ്. അപ്പോൾ ആ ഹോം പേജ് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പം സെയിൽസ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ സെയിൽസ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ തന്നെ നമുക്കിവിടെ ഹോം എന്ന് പറയുന്നൊരു ഓപ്ഷൻ, ഒരു ടാബ് കാണാൻ പറ്റും. ഈ ഹോം ടാബ് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഹോം പേജ്. ഇതിനകത്ത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിപ്പോർട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. റീസെൻ്റായിട്ട് ഓപ്പൺ ചെയ്തേക്കുന്ന ഏതൊക്കെ റെക്കോർഡ്സാണ്, അതുപോലെ ഇന്നത്തെ എന്തൊക്കെ ടാസ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടില്ലേ, അതായത് ക്ലോസ്ഡ് ഡീൽസ് ഏതൊക്കെയാണ്, ഏതൊക്കെ അക്കൗണ്ട്സാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹോം പേജിൽ ഓൾറെഡി ഡീഫോൾട്ടായിട്ട് ഇപ്പോൾ ഇതിനകത്ത് അപ്ഡേറ്റ് ആയിരിക്കുന്നത് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ ഇതേ ഹോം പേജിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. അതല്ല എങ്കിൽ നമുക്ക് പുതുതായിട്ടൊരു ഹോം പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് മാത്രം അതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു Salesforce മലയാളം. അതിനാദ്യം നമുക്ക് സെറ്റപ്പിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ ഈ ഗിയർ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, സെറ്റപ്പ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്ലാറ്റ്ഫോം ടൂൾസ് എന്ന് പറയുന്ന ടാബുണ്ട്. അതിനകത്ത് യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ്നിങ് ആപ്പ് ബിൽഡർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് സെലക്ട് ചെയ്യാം. ഈ പാത്ത് ഓർക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ ക്വിക്ക് ഫൈൻഡ് ബോക്സിനകത്ത് ലൈറ്റ്നിങ് ആപ്പ് ബിൽഡർ എന്ന് സെലക്ട് ചെയ്താൽ മതി, സെർച്ച് ചെയ്താൽ മതി. കണ്ടില്ലേ? ഓക്കെ, ഇവിടെ നമുക്ക് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതിനകത്തുനിന്ന് തന്നെയാണ് നമ്മളൊരു ആപ്പ് പേജോ ഹോം പേജോ അല്ലെങ്കിൽ റെക്കോർഡ് പേജോ ഒക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഹോം പേജാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഹോം പേജ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ്. ഇനി നമുക്ക് ഹോം പേജിനൊരു പേര് കൊടുക്കാം. ഞാനിവിടെ മൈ കസ്റ്റം ഹോം പേജ് എന്ന് സെലക്ട് ചെയ്തു കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ ഡീഫോൾട്ടായിട്ട് കുറച്ച് ടെംപ്ലേറ്റ്സുകൾ കാണാൻ പറ്റും. ഇതുണ്ടല്ലേ, ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പ്രിവ്യൂ ആയിരിക്കും ഈ ടെംപ്ലേറ്റിൻ്റെ ഒരു ഫോർമാറ്റ്. അപ്പോൾ നമ്മളിത് മാറ്റി കഴിഞ്ഞാൽ കണ്ടില്ലേ, ഓരോ ഇതിപ്പം പ്ലെയിൻ ആണ്. ഇതിനകത്ത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം. സോ തൽക്കാലം ഞാൻ ഇവിടുന്ന് സ്റ്റാൻഡേർഡ് ഹോം പേജ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു, ഡൺ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ ആ പ്രിവ്യൂവിൽ കാണിച്ച പോലെ തന്നെ ഇവിടെ 1, 2, 3, 4 റീജിയനായിട്ട് ഈ ഒരു ഹോം പേജ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോക്കിയാൽ ഇവിടെ ഒരുപാട് കോമ്പോണൻറ്റ്സ് കാണാൻ പറ്റും. ഈ കോമ്പോണൻറ്റ്സ് എല്ലാം തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു പേജിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഈ സ്റ്റാൻഡേർഡ് 34 എന്നെഴുതിയിരിക്കുന്നതാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോമ്പോണൻറ്റ്സ്. അതായത് സെയിൽഫോഴ്സിൽ ഉള്ള സ്റ്റാൻഡേർഡ് കോമ്പോണൻറ്റ്സ് ആണിത്. ഇതെല്ലാം തന്നെ നമുക്ക് ഇതിനകത്ത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അതല്ല എങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് വേണ്ടിയിട്ടുള്ള കോമ്പണൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ അത് ഈ കസ്റ്റം എന്ന് പറയുന്ന ഓപ്ഷനകത്ത് നടക്കും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കോമ്പണൻസ് ഒന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇവിടെ കോമ്പണൻസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. നമ്മൾ ഏതെങ്കിലും ഒരു കോമ്പണൻസ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഇതിവിടെ ലിസ്റ്റ് ആവത്തുള്ളൂ. അടുത്തായിട്ടുള്ള ഇവിടെ കസ്റ്റം മാനേജർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ സെയിൽഫോഴ്സിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന മാനേജ്ഡ് പാക്കേജസ് ഉണ്ട്. അതിനകത്തൊന്ന് ഡീഫോൾട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മാനേജ്ഡ് പാക്കേജിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള കോമ്പണൻസ് ആയിരിക്കും ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഈ ഒരു പേജ് ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് നോക്കാം. ഞാനിവിടുന്ന് തൽക്കാലം റീസെൻ്റായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്ന കേസസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടുന്ന് റീസെൻ്റ് ഐറ്റം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഞാൻ ഡ്രാഗ് ചെയ്യുന്നു. എവിടെയെങ്കിലും നമുക്ക് ഇതുപോലെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓരോ കോമ്പണൻറ്റിൻ്റെ ഓരോ റീജിയൻ്റെ എടുത്ത് വരുമ്പോൾ അതിങ്ങനെ ഒരു കളർ വ്യത്യാസം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. കണ്ടില്ലേ? ഇപ്പോൾ ഇവിടെ നമ്മളെടുത്ത് റൈറ്റ് സൈഡിൽ ഇതിനെ കസ്റ്റമൈസ് ചെയ്യുന്നത് ഈ റൈറ്റ് സൈഡിലാണ്. ഓക്കെ, ഇവിടുന്ന് ലേബൽ കസ്റ്റം എന്നാണ്. ഞാൻ തൽക്കാലം കസ്റ്റം ഇട്ടിട്ട് ഇതിൻ്റെ പേര് മാറ്റാം. അപ്പോൾ ഇതിനകത്ത് സ്റ്റാൻഡേർഡ് റീസെൻ്റ് ഐറ്റംസ് എന്ന് വെച്ചാൽ ഞാൻ നമുക്ക് ഇഷ്ടപ്പെട്ട പേര് കൊടുക്കാം. ഞാൻ റീസെൻ്റ് കേസസ് എന്നിട്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് കേസസ് ആണ് വേണ്ടത്. കേസ് ഒബ്ജക്റ്റിനകത്തുള്ള റെക്കോർഡ്സ്. അതിന് നമ്മളപ്പോൾ ഏത് ഒബ്ജക്റ്റ് ആണെന്ന് സെലക്ട് ചെയ്യണം. നമുക്ക് കേസാണ് വേണ്ടത്. ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി
ഒരെണ്ണം സെലക്ട് ആയിട്ട് കിടപ്പുണ്ട്, നമുക്കത് ചേഞ്ച് ചെയ്യാം. അതിന് ഈ സെലക്ട് ഓപ്ഷൻ ചെക്ക് ചെയ്യുക. അവിടുന്ന് ഇതുണ്ടോ, ഇതിനെ ഞാൻ റിമൂവ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇവിടുന്ന് കേസ് സെലക്ട് ചെയ്യാം. കേസ് സെലക്ട് ചെയ്തു, ആഡ് ചെയ്തു, ഓക്കെ എടുത്തു. ഇപ്പോൾ റീസെൻറ്റ് കേസസ് ആയിട്ടുണ്ട്, അവ കേസ് ആഡ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? അതിൻ്റെ പ്രിവ്യൂ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, നമുക്കിനി മറ്റൊരു കുറച്ച് കോമ്പണൻസ് കൂടെ ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടുന്ന് ടുഡേയ്സ് ഇവൻ്റ് എന്ന് പറയുന്ന ഒരെണ്ണം ആഡ് ചെയ്യാം. ടുഡേയ്സ് ടാസ്ക് ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ എന്താ ആഡ് ചെയ്യാം? ചാറ്റർ ഫീഡ് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ചാറ്റ് ബോക്സിനകത്ത് ഏത് തരം ഡീറ്റെയിൽസാണ് ഇവിടെ ഹോം പേജിൽ ഡയറക്റ്റ് വരേണ്ടതെന്ന് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ടു മീ എന്ന് പറഞ്ഞാൽ എന്നെ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ ചാറ്റുകളും ഈ ഫീഡിൽ ഓപ്പണായിട്ട് വന്ന് കിടക്കും. ഇനി ഇതുകൂടാതെ നമുക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു എക്സ്റ്റേണൽ ലിങ്ക് വേണം, അത് നിങ്ങൾക്ക് ഹോം പേജിൽ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിനാദ്യം നമുക്കൊരു റിച്ച് ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവനെ നമുക്ക് ഡ്രാഗ് ചെയ്ത് എവിടെയും കൊണ്ടിടാം. ഓക്കെ, ഈ റിച്ച് ടെക്സ്റ്റിനകത്താണ് നമുക്ക് ഈ വാല്യൂ ആഡ് ചെയ്യാൻ പറ്റുന്നത്, ഈ ലിങ്കിനെ ആഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിവിടെ സെയിൽസ്ഫോഴ്സ് സപ്പോർട്ട് ലിങ്ക് അല്ലെങ്കിൽ ക്ലിക്ക് ഹിയർ ഫോർ സെയിൽസ്ഫോഴ്സ് സപ്പോർട്ട് ലിങ്ക്. ഓക്കെ, ഇങ്ങനെ കൊടുക്കാം. ഇതതായത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കളറൊക്കെ മാറ്റാം. സെലക്ട് ചെയ്യാം, കളർ സെലക്ട് ചെയ്യാം, ബ്ലൂ കളർ കൊടുക്കാം. ഓക്കെ, ആയില്ല, സെലക്ട് ചെയ്യാം. ഓക്കെ, ബ്ലൂ ഡൺ. ഓക്കെ, ഇനി നമുക്ക് ലിങ്ക് അസൈൻ ചെയ്യണം. അതിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് trust.salesforce.com എന്ന് പറയുന്ന ലിങ്കാണ്. ചെയ്തിട്ടില്ലേ? ഇതാണ് സെയിൽസ്ഫോഴ്സ് ട്രസ്റ്റ്. ഇവിടെ നിന്ന് നമുക്ക് സെയിൽസ്ഫോഴ്സിൻ്റെ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നൊരു പ്ലാറ്റ്ഫോമാണിത്. ഓക്കെ, നമുക്ക് ഈ ഒരു URL കോപ്പി ചെയ്യാം. എന്നിട്ട് ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു പാർട്ട്, ഫോർ എക്സാമ്പിൾ സപ്പോർട്ട് ലിങ്ക് എന്ന് പറയുന്ന ഈ ഒരു പാർട്ട് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് ഹൈപ്പർ ലിങ്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ലിങ്ക് ഓപ്ഷൻ ഉണ്ടല്ലോ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ URL ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സ്ലാഷ് വേണ്ട, സേവ് ഇറ്റ്. ഓക്കെ, ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടെ നമ്മൾ മൗസിൻ്റെ കേഴ്സർ കൊണ്ടുപോകുമ്പോൾ തന്നെ അതൊരു ലിങ്ക് പോലെ ആക്ട് ചെയ്യുന്ന കാണാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. നമുക്കിനി ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് നോക്കാം. സേവ് ചെയ്യാൻ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു സേവ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഇത് ആക്ടിവേറ്റ് ആക്കാൻ ചോദിക്കും. അപ്പോൾ ഇത് ആർക്കൊക്കെ വേണ്ടി ആക്ടിവേറ്റ് ചെയ്യാം, ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോം പേജ് നമ്മൾ ആഡ് ചെയ്യുന്നത്, ഏതൊക്കെ പ്രൊഫൈലിന് വേണ്ടിയിട്ടാണെന്നൊക്കെ നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഇവിടെ നിന്ന് നമ്മൾ ആക്ടിവേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ചോദിക്കുന്ന ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസ് ആണ്. ഒന്ന് ഓർഗ് ഡീഫോൾട്ട്, അതായത് ഇത് ഈ ഒരു ഓർഗിൻ്റെ ഡീഫോൾട്ട് കസ്റ്റം ഹോം പേജായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ അസൈൻ എസ് ഹോം ഡീഫോൾട്ട് എന്ന് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ പ്രൊഫൈൽസ്, ഏതൊക്കെ ആപ്പുകൾക്ക് ഡീഫോൾട്ടായിട്ട് ആഡ് ചെയ്യാം എന്ന് ചോദിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഏതൊക്കെ ആപ്പ് ആൻഡ് പ്രൊഫൈൽസിന് ആഡ് ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഈ ആപ്പ് ആൻഡ് പ്രൊഫൈൽസ് എടുക്കുന്നു, അസൈൻ ടു ആപ്പ് ആൻഡ് പ്രൊഫൈൽസ്. ഇപ്പോൾ ഇതിനകത്തുള്ള ആപ്പിൻ്റെ പേരും ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് നമുക്ക് ആവശ്യപ്പെട്ട ഏതൊക്കെ ആപ്പിന് വേണ്ടി ആഡ് ചെയ്യാമെന്ന് നോക്കിയിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ തൽക്കാലം സെയിൽസ് എന്നൊരു ഓപ്ഷൻ കൊടുക്കുന്നു, നെക്സ്റ്റ് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ ഏതൊക്കെ പ്രൊഫൈലിന് ഇത് വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ തൽക്കാലം സ്റ്റാൻഡേർഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ മാത്രം സെലക്ട് ചെയ്യുന്നു, നെക്സ്റ്റ് കൊടുക്കുന്നു. ദാറ്റ്സ് ഇറ്റ്, സേവ് ഇറ്റ്. ഇപ്പോൾ ഇത് സേവ് ആവാം. ഓക്കെ, എന്നിട്ട് ഈ ഒരു ബാക്ക് എന്ന് പറയുന്ന ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ബാക്ക് ടു നമ്മുടെ ഹോം പേജിലോട്ട് പോകും. നമുക്കിനി ആ ഹോം പേജ് ഒന്ന് ആക്സസ് ചെയ്യാൻ നോക്കാം. അതിന് ആപ്പ് ലോഞ്ചർ ക്ലിക്ക് ചെയ്യാം, സെയിൽസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലോട്ട് പോകാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ ഹോം പേജ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മളിപ്പം കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ആ രീതിയിലോട്ട് ഇത് മാറിയിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ആ റിച്ച് ടെക്സ്റ്റ്, അതായത് ക്ലിക്ക് ഹിയർ ടു സെയിൽസ്ഫോഴ്സ് സപ്പോർട്ട് ലിങ്ക് എന്ന് പറയുന്ന റിച്ച് ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് നമുക്ക് ഈ സപ്പോർട്ട് ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ സപ്പോർട്ട് URLിലേക്ക് അത് റീഡയറക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് റീസെൻറ്റ് കേസസ് ആണ് വേണ്ടത്. നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന റീസെൻ്റ് ആയിട്ടുള്ള കേസസ് 3 ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇത് കസ്റ്റമൈസ് ചെയ്യാൻ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും
നമുക്ക് ആഡ് ചെയ്യാം. തൽക്കാലം ഇത് ഡീഫോൾട്ട് 3 ആയിട്ടാണ് പറയുന്നത്, അതുകൊണ്ടാണ് 3. അതുപോലെ തന്നെ ടുഡേയ്സ് ഇവൻറ്റ്, ടുഡേയ്സ് ടാസ്ക്. പക്ഷേ ഇതൊന്നും നമ്മൾ ഇതിനകത്തൊന്നും വാല്യൂസ് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മൾ റെക്കോർഡ്സ് ഒന്നും തന്നെ ഇതിന് ക്രിയേറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് ഡീറ്റെയിൽസ് ഒന്നും ഇതിനകത്ത് വരാത്തത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഹോം പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.